ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന അലീനയുടെ നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അപ്പൊ അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതിനോടൊപ്പം മാക്സിമം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത്. അപ്പൊ നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം. അങ്ങനെ അലീനയുടെ ജീവിതം സേഫ് ആക്കാനുള്ള നെട്ടോട്ടത്തിലാണ് നമ്മുടെ ബ്രിജിത്താമ്മ. അലീനയുടെ ജീവിതം മാത്രമല്ല, ഇനി രേവതിയുടെ ജീവിതവും അതുപോലെ തന്നെ നമ്മുടെ ചിന്നുമോൾ എന്ന് പറയുന്ന ആ കുട്ടിയുണ്ട്, ആ കുട്ടിയുടെ ജീവിതവും ഒക്കെ സേഫ് ആക്കണം. അപ്പൊ അതിനുള്ള നെട്ടോട്ടത്തിനിടയിലാണ് അങ്ങനെ നമ്മുടെ അലീനയോട് സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു. അതായിരുന്നു ഇന്ന് കണ്ട കഥ. ഏതായാലും സത്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പം അലീനയ്ക്ക് സന്തോഷമുണ്ട് എങ്കിൽ പോലും അവിടെ ചെല്ലുമ്പോൾ തനിക്ക് എന്ത് അനുഭവമായിരിക്കും ഉണ്ടായിരിക്കും? അവിടെയുള്ളവർ തന്നെ സ്നേഹിക്കുവോ, അതോ ഇനിയിപ്പം അവിടെയുള്ളവർ തന്നെ വേലക്കാരിയെ പോലെ തന്നെ കാണുവോ? അമ്മയെ കാണാൻ കഴിഞ്ഞെങ്കിലും അമ്മ തന്നെ സ്നേഹിക്കുവോ? ഇപ്പൊ ഇത്രയും നാളും ഉണ്ടായേക്കാളും ഒരു വലിയൊരു വേദനയോട് കൂടിയാ അലീന അങ്ങോട്ടേക്ക് പോകുന്നത്. അത് കൂട്ടുകാരിയോട് പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ നേരം വെളുക്കുന്നു. നേരം വെളുത്ത ഉടനെ തന്നെ പെട്ടെന്ന് പിന്നെ കാണിക്കുന്നത് നമ്മുടെ കുഞ്ഞിരാമൻ മേനോനെയാണ് കേട്ടോ. അപ്പൊ കുഞ്ഞിരാമൻ മേനോന് വണ്ടി യാത്ര ഒന്നും ചെയ്യാൻ പാടില്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ യാത്രയൊക്കെ ചെയ്ത് പുള്ളിക്കാരൻ ഇച്ചിരി ടയേർഡാണ്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്തു, പുള്ളിക്കാരന് പെട്ടെന്നൊരു ശ്വാസം മുട്ടല് അനുഭവപ്പെടുവാണ്. അങ്ങനെ ശ്വാസം മുട്ടൽ അനുഭവപ്പെടുന്നു. അപ്പൊ അവിടെ മകന്റെ ഭാര്യ ഉണ്ടല്ലോ, ആ ഭാര്യ ഓടി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും സംസാരിക്കാനൊന്നും പറ്റുന്നില്ല. അപ്പം നമ്മുടെ മനുശങ്കർ ഉണ്ട്. മനുശങ്കർ വന്നിട്ട് എന്താ മുത്തശ്ശ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഒന്നും സംസാരിക്കാൻ പറ്റുന്നില്ല, ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല, വല്ലാത്തൊരു മാനസികാവസ്ഥ. അപ്പോൾ തന്നെ പെട്ടെന്ന് നമ്മുടെ മനുശങ്കർ ഇറങ്ങി ചെന്നിട്ട് അവരോടൊക്കെ പറഞ്ഞു കഴിഞ്ഞ് അവിടെ ആണുങ്ങളുണ്ടല്ലോ, വേറെ മനുശങ്കറിന്റെ അച്ഛനും ഒക്കെ ഉണ്ട്, അതുപോലെ വേറെ മക്കളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. അപ്പൊ അവരോട് ചെന്ന് പറഞ്ഞു. അവര് പെട്ടെന്ന് ഡോക്ടറിനെ വിളിച്ചുകൊണ്ട് വരികയാണ്. ഡോക്ടറിനെ വിളിച്ചുകൊണ്ട് വരുന്നതിന്റെ ഇടയ്ക്ക് നമ്മുടെ മനുശങ്കറിന് പേടിയുണ്ട്. അപ്പൊ മനുശങ്കർ പറഞ്ഞു, അല്ല മുത്തശ്ശ, എനിക്കൊരു സംശയം. മുത്തശ്ശൻ കഴിഞ്ഞ ദിവസം നമ്മൾ യാത്ര പോയില്ലേ, അതുകൊണ്ടായിരിക്കില്ലേ മുത്തശ്ശൻ ഇപ്പൊ ഈ ഒരു അനുഭവം ഉണ്ടായതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് മുത്തശ്ശൻ പറഞ്ഞു, ഹേയ്, ആ യാത്ര പോയത് കൊണ്ട് എനിക്ക് എൻ്റെ മനസ്സിന് സന്തോഷം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ചെയ്തു തീർക്കാനുള്ളതൊക്കെ ഞാൻ തന്നെ ചെയ്തു തീർക്കണ്ടേ, എന്നിട്ട് വേണ്ടേ എനിക്ക് പോകാനായിട്ടെന്ന് പറഞ്ഞപ്പം അതെന്താ മുത്തശ്ശൻ ഇങ്ങനെ പറയുന്നത്? അതൊന്നുമില്ല, അതൊക്കെ നിനക്ക് പതുക്കെ മനസ്സിലാക്കിയോളും. പിന്നെ നമ്മൾ അവിടെ പോയെന്നുള്ള വിവരം ആരും അറിയണ്ട, മോൻ ആരോടും പറയാനൊന്നും നിൽക്കേണ്ട അവിടെ പോയെന്ന്. അങ്ങനെയൊന്നും വേണ്ട, അതൊന്നും ആരോടും പറയരുതെന്ന് പറഞ്ഞപ്പോൾ ഹേയ് ഇല്ല മുത്തശ്ശ എന്ന് നമ്മുടെ മനുശങ്കർ പറയുന്നുണ്ട്. അപ്പൊ മനുശങ്കർ ചോദിക്കുക, അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ലോകത്ത് എത്ര അനാഥാലയങ്ങളുണ്ട്? അവിടുത്തെ കുട്ടികളെ ഒന്നിനെയും മുത്തശ്ശന് ദത്തെടുക്കാനൊന്നും തോന്നിയില്ലോ. പെട്ടെന്ന് ആ കുട്ടീനെ കണ്ടപ്പം എന്താ ദത്തെടുക്കാനൊരു മോഹം? അത് പിന്നെ അത് ആ സ്ത്രീയുടെ അവസ്ഥ കണ്ടിട്ടാ. ആ സ്ത്രീ ഉണ്ടായിരുന്നുവെങ്കിൽ ആ കുട്ടികളെ പൊന്നുപോലെ നോക്കിയേനെ. പക്ഷെ ആ സ്ത്രീ ഇപ്പം മരണത്തിലേക്ക് എന്നെ പോലെ തന്നെ കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഒരു സമയത്ത് ഞാൻ ഇപ്പോഴല്ലേ മനുഷ്യനാകേണ്ടത്, ഇപ്പോഴെങ്കിലും ഞാൻ മനുഷ്യനായില്ലെങ്കിൽ ഞാനങ്ങ് പരലോകത്ത് ചെല്ലുമ്പം ദൈവം എന്നോട് ചോദിക്കില്ലേ, ഞാൻ ചെയ്ത തെറ്റുകളൊക്കെ എണ്ണി പറയേണ്ടി വരില്ലേ? ആ തെറ്റുകൾക്കൊക്കെ ഒരു പാപത്തിന്റെ ഫലമായിരിക്കാം. ആ പാപം എനിക്ക് വീട്ടണമെങ്കിൽ എനിക്കിത് ചെയ്തേ പറ്റൂ എന്നിങ്ങനെ പറഞ്ഞ് മുത്തശ്ശൻ ഇങ്ങനെ ഇരിക്കുകയാണ്. ഏതായാലും ഡോക്ടർ പറഞ്ഞു ഇനിയിപ്പം കൂടുതൽ റിസ്ക് ഒന്നും എടുക്കാൻ പോകരുത്, കാരണം വളരെ സീരിയസ് ആണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു കണ്ണടുത്ത് വേണമെന്നൊക്കെ അവര് ഡോക്ടറിനോട് പറയുന്നുണ്ട്. അപ്പോഴാണ് ആ ഒരു വേറൊരു സ്ത്രീ ഉണ്ടല്ലോ അവിടെ, പുള്ളിക്കാരന്റെ മരുമോള്, അതിന് ഇന്നലെ മിനിങ്ങാന്നൊക്കെ ഇവിടുന്ന് കറങ്ങാൻ പോക്കല്ലായിരുന്നോ? ഇവനോട് പറഞ്ഞ മനസ്സിലാവില്ല, ഇവനോട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധിക്കുന്നു പറഞ്ഞുകൊണ്ട് ഇവനോടല്ലേ പറയുന്നത്, എന്നിട്ട് ഇവൻ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകലല്ലേ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അമ്മയൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞ് നമ്മുടെ മനുശങ്കർ ആ സ്ത്രീനെ വഴക്കൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇതേ സമയത്ത് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രിജിത്താമ്മേനെ തന്നെയാണ്. ബ്രിജിത്താമ്മയാണെങ്കിൽ എല്ലാവരെയും സെറ്റിലാക്കാനുള്ള നെട്ടോട്ടത്തിലാണ്. അതിനോടൊപ്പം തന്നെ ചിന്നുമോളെ വേറൊരു പുതിയ സ്ഥലത്തേക്ക് മാറ്റണം. അപ്പൊ ചിന്നുമോളെ മാറ്റാനുള്ള തത്രപ്പാടിലാണ്. അപ്പം ചിന്നുമോളെ മാറ്റാൻ വേണ്ടി ഒരു അനാഥാലയത്തിലെ ഒരു കുട്ടീനെ എടുക്കാൻ ഒഴിവുണ്ട്, അവിടെ അഡ്മിഷൻ ഉണ്ട് എന്നിങ്ങനെ പറഞ്ഞു. അപ്പം ത്യാഗഭവൻ എന്നങ്ങാണ്ടാണ് ആ ഒരു ഓർഫനേജിന്റെ പേര്. അപ്പൊ നമ്മൾ അലീനയോട് പറയാണ്, ഇനിയിപ്പം വേറെ ആരെയല്ല, ഇനിയിപ്പം മാറ്റാനുള്ളത് ചിന്നുമോളെയാണ്. ചിന്നുമോളെ എത്രയും പെട്ടെന്ന് ത്യാഗഭവൻ എന്ന് പറയുന്ന തിരുവനന്തപുരത്തൊരു ഹോസ്പിറ്റലുണ്ട്, അങ്ങോട്ടേക്ക് മാറ്റണം എന്നിങ്ങനെ പറയാണ് കേട്ടോ. അപ്പം ഇത് കേട്ടപ്പോഴത്തേക്കും പെട്ടെന്ന് അലീനയ്ക്ക് അങ്ങ് ഉൾക്കൊള്ളാനായിട്ട് കഴിയുന്നില്ല. അലീന ചോദിച്ചു, നമ്മുടെ ചിന്നുമോളെയോ? നമ്മുടെ ചിന്നുമോളൊക്കെയാണ്, പക്ഷേ ചിന്നുമോളെ മാറ്റണം, അവള് നമ്മുടെയാണ്, പക്ഷേ അവളെ മാറ്റിയില്ലെങ്കിൽ ശരിയാവില്ല. അവള്
നമുക്ക് ആരെങ്കിലും അവളെ ഈ ഒരു പ്രായത്തിൽ ദത്തെടുത്തോണ്ട് പോവുകയാണെങ്കിൽ പ്രശ്നമില്ലായിരുന്നു. പക്ഷെ നമ്മുടെ ഇവിടെ ഇതുവരെ അങ്ങനെ ദത്ത് കൊടുത്തിട്ടില്ല, ആരെയും ദത്ത് കൊടുത്തിട്ടില്ല. ഇനിയിപ്പം ഈ ഒരു എന്തോ ഭവന ത്യാഗഭവൻ എന്നിടത്ത് ദത്തൊക്കെ കൊടുക്കാന്ന് ഉള്ളതാണ്. അവിടെ അങ്ങനെ ദത്തൊക്കെ എടുക്കുന്ന കുട്ടികളെയൊക്കെ ദത്തെടുക്കാറുണ്ട്. അപ്പൊ അങ്ങനെ ആരെങ്കിലും വന്ന് ചിന്നുമോളെ കണ്ട് ഇഷ്ടപ്പെട്ട ദത്തെടുത്തോണ്ട് പോകുമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും, അല്ല എൻ്റെ അച്ഛനെ അല്ല എൻ്റെ അമ്മേനെ അറിയുന്ന പോലെ മമ്മിക്ക് അവരുടെ അമ്മേനെ ഒന്നും അറിയില്ലേ? ചിന്നൂനും ഒരമ്മ കാണില്ലേ? അതുപോലെ തന്നെ രേവതിക്കും ഒരമ്മ കാണില്ലേ? ഇവരെ ഒന്നും അറിയില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പം പറഞ്ഞു, അത് പിന്നെ മോളുടെ മുത്തച്ഛനാണ് മോളെ എനിക്ക് കയ്യിൽ കൊണ്ട് തന്നത്. അതാണ് എനിക്ക് മോളുടെ അമ്മയും മോളുടെ കുടുംബത്തിനെയൊക്കെ അറിയാനായിട്ട് സാധിക്കുന്നത്. പക്ഷെ മറ്റുള്ളവരെ ഒന്നും അങ്ങനെയല്ലല്ലോ എനിക്ക് കിട്ടിയത്. ചിലയിടത്തുനിന്ന് ചിലവർ ഉപേക്ഷിച്ച് റോഡിൽ നിന്ന്, ചിലത് പള്ളിയുടെ നടയിൽ നിന്ന്, അമ്പലത്തിന്റെ നടയിൽ നിന്ന്, അങ്ങനെ നിരവധി നേർച്ച കാഴ്ച വെക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന്, അങ്ങനെ നിരവധി സ്ഥലങ്ങളിൽ നിന്നൊക്കെയാണ് പലവരെയായിട്ട് എനിക്ക് മക്കളെ കിട്ടിയിട്ടുള്ളത്. അത് ഞാൻ ഇങ്ങനെ ഒരു അനാഥാലയം നടത്തുന്നുണ്ടെന്ന് അറിയുന്നത് കൊണ്ട് തന്നെ കിട്ടുന്നവര് എന്നെ കൊണ്ട് ഏൽപ്പിക്കുന്നു. അങ്ങനെയാണ് ചെയ്യാറുള്ളത്. പിന്നെ പ്രായമായവരെ അവരുടെ മക്കള് തന്നെയാണ് കൊണ്ടിവിടെ തള്ളുന്നത്. വരുമ്പം കുറച്ച് പൈസയൊക്കെ തരും. പിന്നെ ഒരു പ്രാവശ്യം വരും, 2 പ്രാവശ്യം വരും, 3ാമത്തെ പ്രാവശ്യം പിന്നെ അവർ വരാറുമില്ല. അവർ പിന്നെ ഈ വഴിക്ക് തിരിഞ്ഞു നോക്കത്തുമില്ല. കാരണവന്മാർ പിന്നെ അവർക്കൊരു ബാധ്യതയായിരിക്കുവേ എന്നൊക്കെ ഇങ്ങനെ പറയണം. എന്നിട്ട് പറഞ്ഞു, അല്ല മോളെ അലീനെ, നീ തയ്യാറായിക്കോ, നിന്റെ സാധനങ്ങളെല്ലാം എടുത്ത് പാക്ക് ചെയ്ത് വെച്ചോണം. നാളെ തന്നെ നമുക്ക് ഇവിടുന്ന് തിരിക്കാനുള്ളതാണ്. നിന്നെ കൊണ്ടുപോകാനായിട്ട് അവർ വരും, നീ അവരുടെ കൂടെ പോകണമെന്ന് പറയാണ്. ഏതായാലും ഇത് കേൾക്കുമ്പോഴത്തേക്കും അലീനയുടെ മാനസികാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഒന്ന് ഓർത്ത് നോക്കിയോ. പെട്ടെന്ന് ഒരു സ്ഥലത്തേക്ക് പറിച്ചു മാറ്റുക എന്ന് പറയുമ്പോഴത്തേക്കും അത് അത്ര പെട്ടെന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും അല്ല. ഏതായാലും കഥയാണ്, കഥയിൽ ചോദ്യമില്ല. നമ്മൾ കാണുക, ആസ്വദിക്കുക. ഏതായാലും കാത്തിരുന്ന് തന്നെ കാണാം കേട്ടോ. അപ്പൊ നാളെ ഏകദേശം ഈ ഒരു ഭാഗമൊക്കെ ഉള്ളൂ. ഇവിടം വരെയൊക്കെ കാണിച്ചിട്ട് വിശേഷം അവസാനിക്കുകയാണ് ചെയ്യുന്നത്. ഏതായാലും ഉടനെ തന്നെ നമ്മുടെ സ്നേഹനികേതനം പിരിച്ചുവിടുകയാണ്. പകുതി പേരും പോയി. ഇനിയിപ്പോ ചിന്നുമോള്, രേവതി, അതുപോലെ തന്നെ നമ്മുടെ അലീനയൊക്കെ ഉള്ളൂ. അപ്പം അലീനയെ കൊണ്ടുവരാൻ വേണ്ടി അവിടെ നമ്മുടെ മുത്തശ്ശൻ പറയുന്നുണ്ട് മനുശങ്കരാണ് അലീനയെ കൊണ്ടുവരാൻ പോകുന്നത്. മനുശങ്കറിനോട് ഇത് മാത്രമല്ല, ആ മനുശങ്കറിനോട് എല്ലാ സത്യങ്ങളും മുത്തശ്ശൻ തുറന്നു പറയും. കാരണം പുള്ളിക്കാരൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറെ ആരും ഇല്ലല്ലോ ഈ സത്യങ്ങളൊക്കെ അറിയുന്നേ. അപ്പൊ മനുശങ്കറിനോട് പറയണമല്ലോ. അപ്പൊ പറയാതിരിക്കാൻ പറ്റില്ല, പറയണം. ഒരാളെങ്കിലും അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് മനുശങ്കറിനോടാണ് പറയുന്നത്. എൻ്റെ കടങ്ങളെല്ലാം ഇനി നീ വേണം വീട്ടാനെന്ന് പറഞ്ഞുകൊണ്ടാണ് മനുശങ്കറിനോട് ഇതൊക്കെ പറയുന്നത് കേട്ടോ. അപ്പൊ കാത്തിരുന്ന് തന്നെ കാണുക എല്ലാവരുമേ. അപ്പൊ നമുക്ക് കാത്തിരിക്കാം അടുത്ത വിശേഷത്തിനായി. നമ്മൾ ഇന്ന് രാവിലെ കറക്റ്റ് ഒരു 9 മണിയാകുമ്പോൾ ഫുൾ വിശേഷവുമായിട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ വൈകിട്ട് ഒരു 7:45, 8 മണിയോടൊക്കെ കൂടി പ്രേമവിശേഷവും നമ്മൾ ഇടുന്നതാണ് കേട്ടോ. അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുകയാണ്. സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ മെയിൻ ചാനലിൽ നമുക്ക് സപ്പോർട്ട് തരുന്ന പോലെ തന്നെ ഈ ചാനലിൽ നമുക്ക് സപ്പോർട്ട് തന്നാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനൊരു പ്രചോദനം ഉണ്ടാകത്തുള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് അടിക്കാതെ പോകരുത്. ഒരു ലൈക്ക് കൂടി അടിച്ചിട്ട് പോകണം. അപ്പൊ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.